കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഇക്കഴിഞ്ഞ ആഴ്ച 2 പടങ്ങൾ വന്നു. ഒന്ന് ഐ നോബഡി, പൃഥ്വിരാജ് നായകനായ സിനിമ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മറ്റൊന്ന് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ജോജു ജോർജിൻ്റെ അദ്ദേഹം നായകനായ വരവ്. ഇനി ചിലവ് വരാനുണ്ടെന്ന് തോന്നുന്നു. വരവാണിപ്പോൾ വന്നേക്കണേ. ആദ്യ ദിവസം ഇനിഷ്യൽ കളക്ഷൻ പോലും നേടാനാകാത്ത സിനിമയായി ഐ നോബഡി. വരവിലെ നായകൻ ജോജു ജോർജ് ആണല്ലോ. അഭിനയത്തേക്കാൾ എല്ലാത്തിലും തലയിട്ട് തലവേദന ഉണ്ടാക്കുന്ന കലാകാരനാണ് അത്രേ ഇപ്പോൾ ജോജു ജോർജ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. വരവിൻ്റെ സെറ്റിൽ മാത്രം 15 or 16 സെൽഫോണുകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ ഒരാൾ എന്നോട് പറഞ്ഞത്. അങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ 15 or 16 ഫോൺ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഫോണിൽ വിളിക്കുന്നവനോട് ദേഷ്യം വന്നാലും സെറ്റിൽ ദേഷ്യം വന്നാലും ശരി, ഫോണിനെയാണ് ആദ്യം പുള്ളി. അതാവുമ്പോൾ വായില്ലല്ലോ. വെറുതെ പോരടിച്ചപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ തിരിച്ച് ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും സെൽഫോണിന് കഴിയില്ലല്ലോ. അപ്പോൾ 1 ലക്ഷമോ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ വിലയുള്ള മിക്കവാറും സിനിമാക്കാരനായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ കൊടുത്ത ഒരു 100 ഫോൺ വീട്ടിൽ കാണും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിൽ 16 ഫോണൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? അങ്ങനെ അയാൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നു. 5 കോടി പ്രതിഫലമാണത്ര ഇപ്പോൾ ജോജു ജോർജ് ചോദിക്കുന്നു. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും വളർന്ന് സംവിധായകനും നടനും നായകനും നിർമ്മാതാവും ഒക്കെ ആയ ജോജു വന്ന വഴികൾ മറക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. 5 കോടി രൂപയാണ് പ്രതിഫലം ചോദിക്കുന്നത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. പിന്നെ ആവശ്യത്തിലധികം തലവേദനയും തരും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ആദ്യ ദിവസം ഇനിഷ്യൽ കളക്ഷൻ പോലും നേടാനാകാത്ത സിനിമയായി ഐ നോബഡി. $26 കോടി രൂപ പൃഥ്വിരാജിൻ്റെ ശമ്പളമില്ലാതെ മാത്രം അതിൽ ചെലവായി. ഇതൊക്കെ എന്ത്? E4 എന്ന് പറഞ്ഞ ബാനറിൽ മുകേഷ് ആർ മേത്തയും സാരഥിയുമാണ് ഈ 26 കോടി രൂപ മുടക്കിയത്. പൃഥ്വിരാജിൻ്റെ ശമ്പളം പാർട്ണർഷിപ്പിൽ മുടക്കി. ഇപ്പം അങ്ങനെയാണല്ലോ, അഭിനയിക്കുന്നതിന് ശമ്പളം കൊടുക്കണ്ട, ഞാനും പാർട്ണർ എന്തെങ്കിലും മുടക്കും. അപ്പോൾ പടത്തിന് 38 കോടിയായി ചെലവ് എന്നർത്ഥം. 750 രൂപ. ആകെ പറയാവുന്ന ഒരു കാര്യം, ഈ ചിത്രത്തിൽ പാർവതി തിരുവോത്തായിരുന്നു നായിക. മലയാള സിനിമയിൽ ന്യായമായ ശമ്പളം ചോദിക്കുന്ന ഏക നായികയാണത്രേ പാർവതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.